ഓക്കെ, അപ്പൊ ഈ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദേശീയപാത സ്ഥാപനങ്ങളെ കുറിച്ചാണ്. ഓക്കെ, ഇന്ത്യയിലെ ദേശീയപാത സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ദേശീയപാത സ്ഥാപനങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ സ്ഥാപനമാണ് NHAI അഥവാ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത്. ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും വികസനവും നിർവഹിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഉന്നത സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം. ഓക്കെ, അപ്പൊ ഏതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ സംരക്ഷണവും വികസനവും നിർവഹിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഉന്നത സ്ഥാപനമാണിത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 1988 പാർലമെന്റ് പാസാക്കിയ. ഓക്കെ, 1988 എന്ന പാർലമെന്റ് പാസാക്കിയ നിയമത്തിലൂടെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 1988 എന്ന പാർലമെന്റ് പാസാക്കിയ നിയമത്തിലൂടെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഇത് പ്രവർത്തനം ആരംഭിച്ചത് 1995 ആക്ട് 1988 ഉണ്ടെങ്കിലും ഈ ഒരു നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് 1995 കൃത്യമായി പറഞ്ഞാൽ 1995 ഫെബ്രുവരിയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം വരുന്നത് അറിയാവോ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, എവിടെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം വരുന്നത്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? നിലവിലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആണ് സന്തോഷ് കുമാർ യാദവ് ആണ്. ഓക്കെ, NHAI നിലവിലെ ചെയർമാൻ ആരാണ്? സന്തോഷ് കുമാർ യാദവ് ആണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ 1998 ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിലവാരം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നതിനായിട്ട് ഒരു പദ്ധതി നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പദ്ധതിയാണ് നാഷണൽ ഹൈവേസ് ഡെവലപ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. NHDP അഥവാ നാഷണൽ ഹൈവേസ് ഡെവലപ്മെന്റ് എന്നാണ് ആ പദ്ധതി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞു വന്നത്? നമ്മള് ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും വികസനവും നിർവഹിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഉന്നത സ്ഥാപനമാണ് ഏതാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും വികസനവും നിർവഹിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഉന്നത സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 1988 എന്ന പാർലമെന്റ് പാസാക്കിയ നിയമത്തിലൂടെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുള്ളത്? നിലവിൽ വന്നിട്ടുള്ളത്. ദെൻ 1995 ഫെബ്രുവരിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചു. ആസ്ഥാനം വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയാണ്. ദെൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആണ് ആര്? സന്തോഷ് കുമാർ യാദവ് ആണ് കേട്ടോ. NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? സന്തോഷ് കുമാർ യാദവ് ആണ്. ദെൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ 1998 ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിലവാരം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നതിനായിട്ട് നിലവിൽ വന്നിട്ടുള്ള പദ്ധതിയാണ് നാഷണൽ ഹൈവേസ് ഡെവലപ്മെന്റ് അഥവാ NHDP എന്ന പദ്ധതിയാണ്. അപ്പൊ മറക്കേണ്ട കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും വികസനവും നിർവഹിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന സ്ഥാപനമായ NHAI കുറിച്ചാണ് പറയുന്നത്. NHDPയുടെ ഭാഗമായി ആരംഭിച്ച പദ്ധതികൾ നിലവിൽ ഭാരതമാല പരിയോജനയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അന്നത്തെ NHDP അന്നത്തെ NHDP നിലവില് ഭാരതമാല പരിയോജനയുടെ ഭാഗമായിട്ടാണ് നിലവിൽ അത് നിൽക്കുന്നത്. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഒരുപാട് ചുമതലകൾ ഉണ്ട്. അപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? ഒന്ന്, ദേശീയപാതകളുടെ നിർമ്മാണം, സംരക്ഷണം, വികസനം എന്നിവയ്ക്കായി പ്രവർത്തിക്കുക. രണ്ട്, ദേശീയപാതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുക. മൂന്ന്, ദേശീയപാതകളുമായി ബന്ധപ്പെട്ട നിർമ്മാണ കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ ഇന്ത്യയിലും വിദേശത്തും ഏറ്റെടുക്കുക. ദെൻ ദേശീയപാതകളുടെ വികസനത്തിനും നവീകരണത്തിനും ഗവേഷണങ്ങൾ നടത്തുക. ഇതൊക്കെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രധാന ചുമതലകൾ. ഓക്കെ,
അപ്പൊ എന്താ പറഞ്ഞു വരുന്നത്, NHDP ഭാഗമായിട്ട് ആരംഭിച്ച പദ്ധതികൾ നിലവില് ഭാരത് മാല പരിയോജനയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ NHDP ഭാഗമായിട്ട് ആരംഭിച്ച പദ്ധതികളൊക്കെ നിലവില് ഭാരത്മാല പരിയോജനയുടെ ഭാഗമാണ്. ദെൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? രാജ്യത്തെ ദേശീയപാതകളുടെ നിർമ്മാണം, സംരക്ഷണം, വികസനം എന്നിവയ്ക്കായിട്ട് പ്രവർത്തിക്കുക. ദെൻ അതുപോലെ തന്നെ ദേശീയപാതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുക. ദെൻ ദേശീയപാതകളുമായി ബന്ധപ്പെട്ട നിർമ്മാണ കൺസൾട്ടൻസി പ്രവർത്തനങ്ങളിൽ ഇന്ത്യയിലും വിദേശത്തും ഏറ്റെടുക്കുക. ദെൻ ദേശീയപാതകളുടെ വികസനത്തിനും നവീകരണത്തിനുമായി ഗവേഷണങ്ങൾ നടത്തുക. ഇതൊക്കെയാണ് ഏതിന്റെ NHAIയുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത സ്ഥാപനമാണ് നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ NHIDCL എന്ന് പറയും. NHIDCL അഥവാ നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത് 2014 മാർച്ച് 13 നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിലാണ്. 2014 ജൂലൈ 18 ഇത് ഒരു കമ്പനി ആക്ട്, ജൂലൈ 18 NHIDCLനെ കമ്പനി ആക്ട് 2013 പ്രകാരം കേന്ദ്ര റോഡ് ഗതാഗത ആൻഡ് ദേശീയപാത മന്ത്രാലയത്തിന് കീഴിലേക്ക് സംയോജിപ്പിച്ചു. ഇന്ത്യയുടെ അതിർത്തികളിൽ ഉള്ള ദേശീയപാത നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും NHIDCLന്റെ ചുമതലയാണ്. പുനർനിർമ്മാണം നടത്തിയ റോഡുകളിലൂടെയുള്ള കണക്ടിവിറ്റി പ്രോത്സാഹിപ്പിക്കുക, അതിലൂടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, വാണിജ്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രവർത്തനങ്ങളാണ് NHIDCLന്റെ പ്രധാന ചുമതലകൾ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത് ഏതാണ്? നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ കുറിച്ചാണ്. അപ്പം ഈ NHIDCL രൂപീകരിക്കാൻ തീരുമാനിച്ചത് 2014 മാർച്ച് 13 നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. 2014 ജൂലൈ 18 NHIDCLനെ കമ്പനി ആക്ട് 2013 പ്രകാരം കേന്ദ്ര റോഡ് ഗതാഗത ആൻഡ് ദേശീയപാത മന്ത്രാലയത്തിന് കീഴിലേക്ക് സംയോജിപ്പിച്ചു. ദെൻ ഇന്ത്യയുടെ അതിർത്തികളിൽ ഉള്ള ദേശീയപാത നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും NHIDCLന്റെ ചുമതലയാണ്. ദെൻ പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പുനർനിർമ്മാണം നടത്തിയ റോഡുകളിലൂടെയുള്ള കണക്ടിവിറ്റി പ്രോത്സാഹിപ്പിക്കുക, അതിലൂടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, വാണിജ്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രവർത്തനങ്ങളാണ് NHIDCLന്റെ പ്രധാന ചുമതലകളായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ ഓട്ടോമാറ്റിക് പാർക്കിംഗ്, മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകൾ, ദെൻ ബസ് പോർട്ടുകൾ എന്നിവയുടെ വികസനം, ഹിമാലയൻ മേഖലകളിലെ ടണൽ നിർമ്മാണം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ദേശീയപാത നിർമ്മാണം, ഇതൊക്കെ NHIDCLന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളാണ്. ഏതൊക്കെയാണ്? ഓട്ടോമാറ്റിക് പാർക്കിംഗ്, മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകൾ, ബസ് പോർട്ടുകൾ എന്നിവയുടെ വികസനം, ഹിമാലയൻ മേഖലകളിലെ ടണൽ നിർമ്മാണം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ദേശീയപാത നിർമ്മാണം, ഇതൊക്കെ NHIDCLന്റെ ഭാഗമായിട്ട് അഥവാ നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളാണ്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ഇന്ത്യൻ അക്കാദമി ഓഫ് ഹൈവേ എഞ്ചിനീയേഴ്സ് ആണ്. 1983 ഇന്ത്യൻ അക്കാദമി ഓഫ് ഹൈവേ എഞ്ചിനീയേഴ്സ് നിലവിൽ വന്നിട്ടുള്ളത്. കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയത്തിന് കീഴിലെ ഒരു രജിസ്ട്രേഡ് സൊസൈറ്റി ആയിട്ടാണ് 1983 സ്ഥാപിതമായ ഇന്ത്യൻ അക്കാദമി ഓഫ് ഹൈവേ എഞ്ചിനീയേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ആസ്ഥാനം വരുന്നത് നോയിഡയിലാണ്. ഓക്കെ, IAHEയുടെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? നോയിഡയിലാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത്. ഇന്ത്യൻ ഹൈവേ എഞ്ചിനീയർമാർക്ക് മികച്ച പരിശീലനം നൽകുവാനായി ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഇന്ത്യൻ അക്കാദമി ഓഫ് ഹൈവേ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ അക്കാദമി ഓഫ് ഹൈവേ എഞ്ചിനീയേഴ്സ് IAHE ഇത് നിലവിൽ വന്നത് 1983 ഇത് നിലവിൽ വന്നത്. കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയത്തിന് കീഴിൽ ഒരു രജിസ്ട്രേഡ് സൊസൈറ്റി ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. 1983 ഇത് സ്ഥാപിതമായത്. ആസ്ഥാനം വരുന്നത് നോയിഡയിലാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത്. ഇന്ത്യയിലെ ഹൈവേ എഞ്ചിനീയർമാർക്ക് മികച്ച പരിശീലനം നൽകുവാനായി ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഇന്ത്യൻ അക്കാദമി ഓഫ് ഹൈവേ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം. ഓക്കെ, ഇന്ത്യയിലെ ഹൈവേ എഞ്ചിനീയർമാരുടെ അപ്പെക്സ് ബോഡിയാണ് IRC അഥവാ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ്. ഓക്കെ, ഇന്ത്യയിലെ ഹൈവേ എഞ്ചിനീയർമാരുടെ
അപ്പെക്സ് ബോഡിയാണ്. ഏതാണ്? ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് അഥവാ IRC എന്ന് പറയുന്നത്. 1934 ഡിസംബർ 10 ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് നിലവിൽ വന്നത്. എന്നാണ് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1934 ഡിസംബർ 10 ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് നിലവിൽ വന്നിട്ടുള്ളത്. ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഓക്കെ, എവിടെയാണ് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ ആസ്ഥാനം? എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇതിന്റെ രക്ഷാധികാരി ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ. ദെൻ IRC സ്ഥാപിതമാകാൻ കാരണമായ ഒരു കമ്മിറ്റി ഉണ്ട്, അതാണ് ജയ്ക്കർ കമ്മിറ്റിയാണ്. ഇന്ത്യൻ റോഡ്സ് വികസന സമിതിയുടെ ശുപാർശ പ്രകാരം ജയ്ക്കർ കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ റോഡ്സ് വികസന സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് സ്ഥാപിതമായത്. 1927 ഈ ജയ്ക്കർ കമ്മിറ്റി സ്ഥാപിതമായത്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ MR ജയ്ക്കർ ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ജയ്ക്കർ കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഹൈവേ എഞ്ചിനീയർമാരുടെ അപ്പെക്സ് ബോഡിയാണ് IRC അഥവാ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത്. 1943 ഡിസംബർ 10 ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് നിലവിൽ വന്നിട്ടുള്ളത്. എന്നാണ് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് നിലവിൽ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ 1943 ഡിസംബർ 10 ഇത് നിലവിൽ വന്നത്. ഇതിന്റെ ആസ്ഥാനം, ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ദെൻ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ രക്ഷാധികാരിയാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇതിന്റെ രക്ഷാധികാരി. ഓക്കെ, ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ രക്ഷാധികാരി ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ദെൻ അതുപോലെ തന്നെ IRC സ്ഥാപിതമാകാൻ കാരണമായ കമ്മിറ്റിയാണ് ജയ്ക്കർ കമ്മിറ്റിയാണ്. ഓക്കെ, ഏതാണ്? ജയ്ക്കർ കമ്മിറ്റിയാണ് ഇത് സ്ഥാപിതമാക്കാനുള്ള കാരണമായിട്ട് പറയുന്നത്. ഏതാണ്? ജയ്ക്കർ കമ്മിറ്റിയാണ്. എന്നാൽ ജയ്ക്കർ കമ്മിറ്റി സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1927. ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് സ്ഥാപിതമായത് 1934. ദെൻ അതുപോലെ തന്നെ ജയ്ക്കർ കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്. ജയ്ക്കർ കമ്മിറ്റി സ്ഥാപിതമായത് 1927. ദെൻ ഈ ശുപാർശ പ്രകാരമാണ് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് വരുന്നത്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു MR ജയ്ക്കർ ആണ്. ഓക്കെ, ദെൻ നാഷണൽ ഹൈവേ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ലിമിറ്റഡ്. അതിന്റെ മുന്നേ ഇതിൽ തന്നെ നാഷണൽ റോഡ്സ് കോൺഗ്രസിൽ തന്നെ കുറച്ചും കൂടെ കാര്യം പറയാനുണ്ട്. ഇത് 1934 നിലവിൽ വന്നെങ്കിലും ഔദ്യോഗികമായി രജിസ്ട്രേഡ് സൊസൈറ്റി ആയിട്ട് മാറിയത് 1937 സെപ്റ്റംബർ 24 ഓക്കെ, അപ്പം ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് 1934 ഡിസംബർ 10 നിലവിൽ വന്നെങ്കിലും ഔദ്യോഗികമായി രജിസ്ട്രേഡ് സൊസൈറ്റി ആയിട്ട് മാറിയത് എന്നാണ് 1937 സെപ്റ്റംബർ 24 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം. റോഡ് മേഖല, പൊതുമേഖലയിലെ ഗവേഷണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് മേഖല തുടങ്ങിയവയിലെ പ്രൊഫഷണലുകൾ, എഞ്ചിനീയർമാര്, കോൺട്രാക്ടർമാര്, വിതരണക്കാർ, വേൾഡ് ബാങ്ക്, ADB, JICA തുടങ്ങിയ ധാരാളം രജിസ്ട്രേഡ് മെമ്പേഴ്സ് ഇതിനകത്തുണ്ട്. ഓക്കെ, ഏത് നമ്മളെ ഈ ആക്ടിൽ. ഓക്കെ, ദെൻ ട്രാഫിക് പാരാമീറ്ററുകൾ, ഭൂമിശാസ്ത്രം, വേഗത, ട്രാഫിക് തുടങ്ങിയ തിരക്ക്, സുരക്ഷ എന്നിവ പരിഗണിച്ച് റോഡുകളുടെ വർഗീകരണത്തിന്റെ ആവശ്യകതകളെ കുറിച്ച് IRC തീരുമാനമെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഔദ്യോഗികമായി രജിസ്ട്രേഡ് സൊസൈറ്റി ആയത്, ഓക്കെ, ഔദ്യോഗികമായിട്ട് രജിസ്ട്രേഡ് സൊസൈറ്റി ആയത് 1937 സെപ്റ്റംബർ 24 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം. ദെൻ ട്രാഫിക് പാരാമീറ്ററുകൾ, ഭൂമിശാസ്ത്രം, വേഗത, ട്രാഫിക്, തിരക്ക്, സുരക്ഷ എന്നിവ പരിഗണിച്ച് റോഡുകളുടെ വർഗീകരണത്തിന്റെ ആവശ്യകതകളെ കുറിച്ച് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് തീരുമാനമെടുക്കുന്നു. പിന്നെ വരുന്നതാണ് നാഷണൽ ഹൈവേ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ലിമിറ്റഡ്, NHLML. ഇന്ത്യയിലെ ഹൈവേ എഞ്ചിനീയർമാരുടെ അപ്പെക്സ് ബോഡിയാണ് ഏത്? IRC. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പെക്സ് ബോഡിയാണ് IRC എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി നമുക്ക് നാഷണൽ ഹൈവേ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ലിമിറ്റഡ്. ഇത് NHAIക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപ കമ്പനിയാണ്. ഈ NHLML എന്നാണ് ഇതിന്റെ പേര്. ഇത് NHIAക്ക് കീഴിൽ, അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപ കമ്പനിയാണ് നാഷണൽ ഹൈവേ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. 2004 ജനുവരി 19 ഈ NHLML എന്ന് പറയുന്ന നാഷണൽ ഹൈവേ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ലിമിറ്റഡ് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത് ഭാരത് മാല പരിയോജനയ്ക്ക് കീഴിലുള്ള കാർഗോ ട്രാഫിക് പദ്ധതികൾ, തുറമുഖ ബന്ധിത റോഡ് പദ്ധതികൾ എന്നിവയെ സംബന്ധിക്കുന്ന മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകളുടെ വികസനത്തിന് മേൽനോട്ടം വഹിക്കുക, വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ ചുമതലകളായിട്ട് പറയുന്നത്.
ദെൻ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ഓർത്തുവെക്കുക ഡൽഹിയിലാണ്. ദെൻ അതുപോലെ തന്നെ വാഹനങ്ങളുടെയും എഞ്ചിനുകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനീകരണ വായുവിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സംവിധാനത്തിന്റെ പേരും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തുവെക്കുക. അതാണ് ഭാരത് സ്റ്റേറ്റ് എമിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, അപ്പം NHAIക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപ കമ്പനിയാണ് ഏതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ ഹൈവേ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇത് 2004 ജനുവരി 19 നിലവിൽ വന്നിട്ടുള്ളത്. NHLM പ്രധാന ചുമതലകൾ ഭാരത് മാല പരിയോജന കീഴിലുള്ള കാർഗോ ട്രാഫിക് പദ്ധതികൾ, തുറമുഖ ബന്ധിത പദ്ധതികൾ, ദെൻ അതുപോലെ തന്നെ എന്നിവയെ സംബന്ധിക്കുന്ന മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകളുടെ വികസനത്തിന് മേൽനോട്ടം വഹിക്കുക, വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ ചുമതലകളായിട്ട് പറയുന്നത്. ദെൻ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വാഹനങ്ങളുടെ എഞ്ചിനുകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മലിനീകരണ വായുവിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സംവിധാനമാണ് ഭാരത് സ്റ്റേറ്റ് എമിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. അതിന്റെ കൂടെ BS6, BS4 ഇതൊക്കെ അറിയില്ലേ? എന്നാണ് BS4 നിലവിൽ വന്നത്, ഇന്ത്യയിൽ നിലവിൽ വന്നത്? BS4 അറിയാവോ? BS4 നിലവിൽ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ. BS4 നിലവിൽ വന്നിട്ടുള്ളത് 2017 2017 ഏപ്രിൽ 1 ഓക്കെ, BS4 നിലവിൽ വന്നിട്ടുള്ളത്. ദെൻ പിന്നെ ഏതാ ഉള്ളത്? BS4 പറഞ്ഞു. പിന്നെ BS6 എന്താണ്? BS6 നിലവിൽ വന്നിട്ടുള്ളത്. BS6 നിലവിൽ വന്നിട്ടുള്ളത് 2020 2020 ഏപ്രിൽ 1 BS6 നിലവിൽ വന്നിട്ടുള്ളത്. ഈ BS6 BS4 തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതിൽ അടങ്ങിയിരിക്കുന്ന സൾഫറിന്റെ അളവാണ്. സീറോ പൊല്യൂഷൻ എന്ന നേട്ടം ഇലക്ട്രിക് വാഹനങ്ങളിലൂടെ കൈവരിക്കുന്നതിന് നീതി ആയോഗും റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ട്. അതുകൂടെ ഓർത്തുവെക്കുക. അതാണ് ശൂന്യ എന്നാണ് ആ ക്യാമ്പയിനിന്റെ പേര് കേട്ടോ. അപ്പൊ BS4 ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ഏപ്രിൽ 1 ദെൻ BS6 സംവിധാനം നടപ്പിലാക്കിയത് 2020 ഏപ്രിൽ 1. ദെൻ BS6ഉം BS4 തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതിൽ അടങ്ങിയിരിക്കുന്ന സൾഫറിന്റെ അളവാണ്. ദെൻ സീറോ പൊല്യൂഷൻ എന്ന നേട്ടം ഇലക്ട്രിക് വാഹനങ്ങളിലൂടെ കൈവരിക്കുന്നതിന് നീതി ആയോഗും റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി ആരംഭിച്ച ക്യാമ്പയിനാണ് ശൂന്യ എന്നാണ് ഈ ക്യാമ്പയിന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് പദ്ധതികളുണ്ട്, ഗതാഗത മേഖലയുമായിട്ടുള്ള പദ്ധതികളുണ്ട്, ബന്ധപ്പെട്ട പദ്ധതികൾ. അത് അടുത്ത ദിവസത്തെ സെഷനിൽ നമുക്ക് എടുക്കാം. See you.